ഈ എങ്കിലും നമ്മൾ നേരിട്ട് വിജയ് സാറിനെ കാണുമ്പോഴേ അതൊരു ക്യൂരിയോസിറ്റി കേൾക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എവിടെ വീട്ടിലാണോ സ്റ്റുഡിയോയിൽ എവിടെ പോയി കണ്ടത് അദ്ദേഹത്തെ? ഇല്ല, ഞാനൊരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മറ്റൊരു പ്രോഗ്രാമിന് പോകുന്നൊരു വഴിക്കാണ്. അപ്പോഴത്തേക്ക് ഇതുപോലെ അതിന് മുമ്പ് മെർസൽ ഓഡിയോ ലോഞ്ചിന് ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, സൺ ടി വിയുടെ. നമ്മുടെ ജയറാമേട്ടനൊക്കെ വന്ന എപ്പിസോഡ് വൈറലായ ഒരു ടൈമിൽ. അതെവിടെ വെച്ചായിരുന്നു? അത് ചെന്നൈ ചെന്നൈയിൽ വെച്ചായിരുന്നു. പക്ഷേ നമുക്ക് സൺ ടി വിയാണ് സ്പോൺസർ എല്ലാം ചെയ്ത് പക്ഷേ തലേന്ന് റിഹേഴ്സലെല്ലാം ചെയ്ത്. പക്ഷേ പിറ്റേന്ന് നമ്മുടെ ഒരു ചാൻസ് വന്നപ്പോഴത്തേക്ക് ടൈം കിട്ടിയില്ല, കയറാൻ പറ്റിയില്ല. അപ്പം അന്ന് ഭയങ്കര അവിടെ ഉണ്ടായിരുന്നു സൺ ടി വിയുടെ മെർസൽ ഓഡിയോ. ദൂരെ നിന്ന് കണ്ടോ അദ്ദേഹത്തെ? തലേന്ന് ആറ്റിലേക്ക് കണ്ട് സംസാരിച്ചു. അപ്പം നമ്മുടെ ഞാനിപ്പോൾ അടുത്തൊരു ഐറ്റം കയറാൻ നിൽക്കുകയാണെങ്കിൽ വിജയ് സാറിന്റെ മുന്നിൽ ചെയ്യാൻ ഒരു ചാൻസ് ആയിരുന്നു, സ്പോട്ട് ഡബിങ്. പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ അത് ഡ്രോപ്പായി. അതിനുശേഷം എന്നിട്ട് ഞാൻ കരുതി കുറച്ചുകൂടെ കഴിഞ്ഞ് ചിലപ്പോൾ വിളിക്കുമായിരിക്കും. എന്നിട്ടും വിളിക്കുന്നില്ല. പുള്ളി നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് പോയി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞു? അവിടെ നിന്നെല്ലാം മാറി കരഞ്ഞു. അതന്നെ, അവിടെ നിന്ന് കരയാൻ പറ്റത്തില്ലല്ലോ, കാളെ പോലെ കരഞ്ഞു മാറി. അവിടെ മാറി ഒറ്റയ്ക്ക് പോയി. അപ്പൊ ഈ ആ മനസ്സിലായി ദേഷ്യമൊക്കെ ഉണ്ടായി കാണത്തില്ലേ? ദേഷ്യമല്ല, എന്തോ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കരഞ്ഞ ആരെല്ലാം കണ്ടോ? നമ്മുടെ കോർഡിനേറ്റർ ഉണ്ട് സൺ ടി വിയുടെ. അപ്പൊ അതിന് പകരം പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അടുത്ത വട്ടം എന്തായാലും വിളിക്കാം. പുള്ളി തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു അന്നാണ് നമ്മുടെ വിജയ് സാറിന്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നത്, രവിരാജ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി അന്ന് വന്ന് പരിചയപ്പെട്ട്. അപ്പൊ പുള്ളിയും ഇതുപോലെ കണ്ടു, നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളൊരു കാര്യം പുള്ളിയും അറിഞ്ഞായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു ചാൻസ് വന്നു പുള്ളിയായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്. അത് ആരാണ് അറേഞ്ച് ചെയ്ത് തന്നത്? അത് ഈ രവിരാജ സാറും പുള്ളിയുടെ മകനും പിന്നെ വിജയ് ഫാൻസും അവിടുത്തെ. ആരാ മകൻ? ഈ രവിരാജ എന്ന് പറഞ്ഞ സാർ. അതെ. അങ്ങനെ അന്ന് നമുക്ക് പിറ്റേന്ന് പോയാലേ വിജയ് സാറിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ട്രെയിന് പോയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ പുള്ളി ഫ്ലൈറ്റിന് ടിക്കറ്റൊക്കെ സ്പോൺസർ. കൂട്ടുകാരൻ്റെ പേര്? ആന്റണി. പുള്ളിയും ഈ ഫാനാണോ? പുള്ളി കട്ട ഫാനാണ്. പക്ഷെ പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുത്തു. പ്രോഗ്രാം കണ്ട് ഫ്രണ്ട് ആയതാ പുള്ളി വിജയ് ഫാൻ ആയതുകൊണ്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയതാ. അങ്ങനെ പോയി. അപ്പം അങ്ങനെ പിറ്റേന്ന് വിജയ് സാർ വന്ന്. എവിടെ വെച്ചാണ്ടേ? ചെന്നൈയിൽ BMA ഓഫീസ്, വിജയ് മക്കളേക്ക് എന്ന് പറഞ്ഞൊരു ഓഫീസിലാണ്. അവിടെ പോയി കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റി. പുള്ളിയുടെ വോയിസ് മുന്നിൽ വെച്ച് ചെയ്തോ? വോയിസ് ചെയ്തില്ല, നമ്മുടെ ആ വീഡിയോ എല്ലാം പുള്ളിയെ കാണിച്ചു. ഒരു 5 മിനിറ്റോളം എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെ സംസാരിച്ചു എന്തായാലും ഒന്ന് അറിയാനുള്ളൊരു ആഗ്രഹം. കാര്യം വിജയ് സാറിന് അത്ര അടുത്ത് കണ്ടാണ്. ഷോക്കായിട്ട് നിൽക്കും, എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെ പ്ലാൻ ചെയ്തു, ഒരു വോയിസ് ഒക്കെ അനുകരിക്കണം അങ്ങനെ പറഞ്ഞപ്പോൾ അന്നെങ്കിൽ പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ നിന്ന് മറന്നുപോയി, ആകെ ബ്ലാങ്ക് ആയി. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വെച്ചു നമ്മുടെ വീഡിയോ കണ്ടിട്ട്, എന്തെങ്കിലാ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് നല്ല ഇருக்கு എങ്ക പേര് തന്നെ അങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ ഷെയർ ചെയ്തു. പുള്ളി ഭയങ്കര സൈലന്റാ. ഇപ്പം സൈലന്റായി ഇരുന്ന ഒരാള് ഇന്നലെ വേദിയിൽ വയലന്റായി കാണുന്നുണ്ട്. കണ്ടായിരുന്നു? ആ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ് വിജയ് സാറ്. അപ്പൊ സിനിമയിലേക്ക് ഇനി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് രാഷ്ട്രീയമാണ്, ജയവും തോൽവിയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പം അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ വീണ്ടും സിനിമയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തോൽക്കരുത്, ജയിക്കണം. തോക്കില്ല, പക്ഷെ ഞാനകത്ത് പറഞ്ഞിരിക്കുന്നത് ജയിച്ചാലും അദ്ദേഹം ഇടയ്ക്ക് സമയമുള്ളപ്പോൾ സിനിമയിൽ അഭിനയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തോക്കരുതെന്നാണ് എന്റെയും പ്രാർത്ഥന, അദ്ദേഹം ജയിക്കണം. പക്ഷെ ഇങ്ങനെ പോയപ്പം എന്തെങ്കിലും ഒരു വിഷമം പോലെ ഫീൽ ചെയ്തു? അല്ല, ഞാൻ എബിനോടാ ചോദിക്കുന്നത്, ബാക്കിയുള്ള കാര്യമല്ല. കാര്യം ഇത്രയും ഹാർഡ് ട്രൂ ആയിട്ടുള്ളൊരു ഫാനാണ്. അപ്പൊ അന്നേരം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമായി തീർച്ചയായും. നമ്മൾ എല്ലാ പടം ഇറങ്ങുമ്പോഴത്തേക്കും ഫാൻ ഷോ തന്നെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ പുതിയ പടം ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും കഥ ആണെങ്കിൽ ഞാൻ ആ ഒരു സിനിമയിൽ നമുക്ക് എന്ത് പഠിക്കാം, ഡയലോഗ് നോക്കാം, ചില വേരിയേഷൻസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പറ്റത്തില്ലെന്ന്, നമുക്ക് ഫാൻ ഷോ കാണാൻ പറ്റത്തില്ലെന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക്. എബിനൊരു ഫാൻസ് ഉണ്ടോ? എന്തോ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടോ എബിന്? എനിക്ക് അതായത് വിജയ് സാറിനെ ആരാധിക്കുന്ന കുറെ ആൾക്കാർ എബിന് വേണ്ടി ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, പേജും തുടങ്ങിയിട്ടില്ല. അവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരാറുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് തരാറുണ്ട്, നല്ല അഭിപ്രായങ്ങളൊക്കെ തരാറുണ്ട്. എബിന് കുറേ നാൾ ഇങ്ങനെ സ്റ്റേജിലൊന്നും കാണാറില്ല. വിളിക്കാത്തോണ്ടാണോ, പ്രോഗ്രാം ഇല്ലാത്തോണ്ടാണോ, അത് പോവാത്തതാണോ, എന്താണ്? ഇല്ല, പോകാറുണ്ട്. ചാനലിൽ ഇപ്പം കുറെ നാളായി പോയിട്ട് വർക്കും കുറച്ച് ഇതൊക്കെ ആയിട്ട് ബിസിയാണ്. ഇപ്പം ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ വർഷം ടീം ഓഫ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സമിതിയിലായിരുന്നു. ഇപ്പം സരികയില ചെയ്യുന്നത്. അപ്പം ഇത് മാത്രമല്ല ചെയ്യുന്നത്, സഞ്ജു സാംസൺ ചെയ്യും, അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ ചെയ്യും, പിന്നെ ആരായിരുന്നു, വിനായകൻ ചേട്ടൻ ചെയ്യും. ഇതിനകത്ത് 3 പേരും ചെയ്യണം. പക്ഷെ സഞ്ജു സാംസൺ ചെയ്യുന്നത് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, സജു പാർത്ഥസാരഥി എന്നാ പുള്ളിയുടെ പേര്. പുള്ളി ഒന്ന് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ കണക്ട് ചെയ്യും. അദ്ദേഹം ക്രിക്കറ്റിനെ കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
A few minutes later. പാർത്ഥസാരഥി നമ്മൾ വിളിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി തന്നെ അഡ്വൈസ് കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം വേറെ എൻ്റെ സുഹൃത്തുണ്ട് ശരത്ത്, അവൻ ക്രിക്കറ്റ് പ്രേമിയാണ്, അവനെ വിളിച്ചു പോകും. ശരത്തെ, ഹലോ. അല്ലേ മണ്ടത്തരം ഒന്നും പറയല്ലേ, നോർമലായിട്ട് സംസാരിക്കണം. ഞാൻ സഞ്ജുവിൻ്റെ കൊടുക്കുമോ എന്നെ നാട്ടല്ലേ, ഞാൻ അവൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നത്. പറയുന്നത് കേൾക്കാതെ ക്യാമറ ഓൺ ആക്കാൻ പോകുന്നേ ഉള്ളൂ. അളി മണ്ടത്തരം പറയല്ലേ കേട്ടോ. ക്യാമറ ചേട്ടാ ക്യാമറ ഓണാക്കാവോ? എടാ ക്യാമറ ഓണാക്കാം, മിണ്ടല്ലേ. ചോദിക്കുന്നതിന് നൈസായിട്ട് മറുപടി പറയാം, എങ്ങനെയാണെന്നുള്ളത് സംസാരിക്കാം കേട്ടോ. ഓക്കെ, എല്ലാം കൊടുത്ത് നീയും സഞ്ജു കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്ത്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൊടുക്കാം. അത് എത്ര വർഷം മുമ്പായിരുന്നടാ? ശരി, ഞാൻ കൊടുക്കാം. സഞ്ജു, ഞാൻ ഫോട്ടോ കാണിച്ചല്ലേ, ശരത്ത് എന്ന് പറയാം. എവിടെയാണ് ഇപ്പൊ? കൊല്ലത്തുണ്ടല്ലേ. നമ്മുടെ അനീഷ് ഭായ് ഇപ്പം പറഞ്ഞു ശരത് ഭായ് ഇപ്പൊ വിളിക്കാറുണ്ട്. നമ്മളൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നു ഇവിടെ എറണാകുളത്ത്. അതെ അതെ. പിന്നെ ഇപ്പൊ കളിയൊക്കെ ഉണ്ടോ? ഇപ്പം മാച്ചൊക്കെ ഉണ്ടോ? ശരത്തെ, നിനക്ക് ചോദിക്കേണ്ടതിനുള്ള ചോദിക്കാം. നമ്മൾ 2013 ഒരുമിച്ച് കളിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. എന്താണ്, സുഖമാണോ? രഞ്ജി മാച്ച് കളിച്ചില്ലായിരുന്നു? എടാ എവിടാ കളിച്ച? എവിടെടാ കളിച്ച എവിടായിരുന്നു 13? ശരത്തെ അത് പറ, ഡീറ്റെയിൽ പറഞ്ഞേ. ഓർക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ഓർമ്മയുണ്ട്. ഇപ്പം ബായി കളിക്കാനൊക്കെ പോകാറുണ്ടോ? കളിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത സൗത്ത് ആഫ്രിക്കൻ പര്യടനമല്ലേ? എടാ നീ എന്തോ തെറി വിളിക്കുന്നുണ്ടോ ശരത്തെ? എന്തീ പറയുന്നേ? വ്യക്തമായിട്ട് ചോദിച്ചു, തെറി വിളിക്കുന്നു. എന്തീ പറയുന്നത്? കറക്റ്റ് ആയിട്ട് ചോദിച്ചു സ്ഥലം. പുള്ളി ടെൻഷൻ കൊണ്ടായിരിക്കും. അതെ ബൈ. ഇനിയിപ്പോ സൗത്ത് ആഫ്രിക്കൻ പരേഡൊക്കെയാണ്. കളി ഇനിയിപ്പോ അടുത്ത മാസം കാണാം എന്തായാലും. അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ബായ് ഇപ്പൊ കളിക്കാനൊക്കെ പോകുന്നത് വയറൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞു നമ്മുടെ അനീഷ് ബായ്. പുള്ളി എല്ലാം പറയാറുണ്ട് നിങ്ങളെ പറ്റിയും, പിരിവിന്റെ കാര്യങ്ങളൊക്കെ. അതെ. നീ ഇപ്പൊ കളിയില്ല, പണിക്ക് പോകുന്ന സംസാരിക്കടാ. ഇപ്പൊ കളിയൊന്നുമില്ല, പണിക്ക് പോകുന്ന. ഇല്ല, ഞാൻ കളിച്ചായിരുന്നു. ബായ് കണ്ടില്ലായിരുന്നു. ഒരു കളി കളിച്ചായിരുന്നു, പിന്നെ കളിക്കാൻ പറ്റിയില്ല, മഴയൊക്കെ വന്നില്ല. ഇപ്പൊ പണിക്ക് പെയിന്റിങ്ങിന് ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ അനീഷ് ഭായ് വിളിച്ച് നമ്മൾ എറണാകുളത്തുനിന്ന്. ഓക്കെ ശരത്തെ പറഞ്ഞോ, സഞ്ജു സംസാരിച്ചോ? നമ്മൾ എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പം ബായിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിളിച്ചതാണ്. ഇപ്പം പണിക്ക് ജോലിക്ക് എന്താ പോകുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ശരത്തെ, പുള്ളി ഇപ്പൊ വെറൈറ്റി ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? ചോദിച്ചത് എന്താന്ന്? പുള്ളി ഇപ്പൊ കളിയില്ലാത്ത സമയത്ത് വെറൈറ്റി ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ട്. നമ്മള് വല്ലപ്പോഴും പെയിന്റ് പണിക്കൊക്കെ പോകാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചേട്ടാ നമസ്കാരം. എടാ ശരത്തെ, ഇത് എബിനായിരുന്നു, സഞ്ജു ഒന്നുമല്ല. അയ്യോ പിന്നെ എന്റെ പൊന്നളിയാ, നിന്റെ തള്ളങ്ങ് നിർത്തി കേട്ടോ. എന്തായാലും നീ ഒരു കാര്യം ചെയ്, നീ ആദ്യം ആൾക്കാരെ ഈ പിരിക്കാനുള്ള പരിപാടി നടത്താം, പെയിന്റിങ്ങിന് പോട്ട് കേട്ടോ. ശരി, വിളിക്കാം കേട്ടോ. ഇന്റർവ്യൂവിന് ഇടയ്ക്ക് വിളിക്കാം. ഇന്റർവ്യൂ ചോദിച്ചേട്ടോ. കളി ഇന്നലെ ഉണ്ടായിരുന്നു, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. സഞ്ജു എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? സഞ്ജു വോയിസ് കൊള്ളായിരുന്നല്ലേ? സഞ്ജു സംസാരം അറിയത്തില്ലയോ? ആരാ? അവിടെ പെട്ട് അത് പോട്ടെ. അപ്പം ഇനി അടുത്ത രണ്ടുപേരും കൂടെ നമുക്കൊന്ന്. അടുത്ത നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ വോയിസ്. ശരി. അദ്ദേഹത്തിന്റെ 5-ാം പതിരെന്ന് ഭയങ്കര ഒരു സീരിയസ് കഥാപാത്രമാണ്. അതെ, അതിന് 2 വേരിയേഷൻ. ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്നൊരൊച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയുടെ കേൾക്കുമ്പോൾ
ആഹാ, വേട്ടയെ അവസാനിപ്പിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അടിപൊളിയടാ, സൂപ്പർ. ഇനി അവന്റെ ഒരു കൈ ഇന്നു രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ടെന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു കല്ല് പോലും എടുത്തെറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂപ്പറാ, അടിപൊളി. താങ്ക് യു. ആ സൂപ്പറായിരുന്നു. അവിടുന്ന് കയ്യടി വന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത വിനായകൻ ചേട്ടൻ്റെ ഇവിടെ നമുക്ക് ചെയ്യാം. അതുകൂടെ ചെയ്യുമ്പം ഏകദേശം ഇതാവത്തില്ലേ, ഒരു നമ്മളൊരു കോറം ഫില്ല് ചെയ്തല്ലോ അല്ലേ? വിനായകൻ ചേട്ടനോട് നമുക്ക് എടുക്കാം. അദ്ദേഹത്തിന് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നൊരു ലൈവ് വോയിസ് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക നമസ്കാരം അനീഷ് ഖാനും. രണ്ട് കാര്യം പറയാനുണ്ട്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തൊരു കാര്യമാണ്. ചോദ്യമല്ല, അതിനുത്തരാണ്. ഇന്ന് ഞാൻ തിളങ്ങി നിൽക്കും, നാളെ ഞാൻ മാറും, മറ്റന്നാൾ വേറെ വരും. സിനിമ എന്നെങ്ങനെയുണ്ട്, അതിന് തകർക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ, അടിപൊളി കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ സ്റ്റേജുകൾ ചെയ്യുമ്പോൾ നിനക്ക് സ്റ്റേജ് ഫിയർ ആണെന്ന് പറഞ്ഞു. അത് മാറി മാറി ഇപ്പം ഇല്ലെന്ന് മനസ്സിലായി, നാണം ഇല്ലെന്ന് മനസ്സിലായി ഇപ്പം. എങ്കിൽ പോലും നമ്മൾ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോകുമ്പോഴേ അത് വേറൊരു ഫീലാണ്. അത് ഭയങ്കരമായിട്ട് ടേക്ക് എടുക്കേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിൽ പോകുമ്പോൾ പിന്നെ എത്ര ടേക്ക് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം. കാര്യം ആദ്യം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടായിരിക്കത്തില്ലോ ചെയ്യുന്നത്. നമ്മളെല്ലാം ഓക്കേന് ശേഷം ഫൈനൽ ടേക്കിലേക്ക് പോകുന്നത്. നമ്മൾ സ്പോട്ട് ഡബിങ് ചെയ്തതിനു ശേഷം ടേക്ക് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ മിമിക്രി കോമ്പറ്റീഷൻ്റെ ഇടയ്ക്കൊക്കെ ടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ടേക്ക് എടുത്തത് നമുക്ക് നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ 100ാമത്തെ എപ്പിസോഡ് നമ്മൾ കുറെ സ്റ്റാർസ് എല്ലാം കൂടെ ചേർന്ന് നിന്നൊരു സ്പോട്ട് ഡബിങ് അങ്ങനെ കുറെ എടുക്കേണ്ടി വന്നു. ഈ ഗിന്നസ് റെക്കോർഡിലേക്ക് അതിനും ചെയ്തിട്ടുണ്ട്. 1750 ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് അല്ലേ? ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഡബിങ്ങിന് ഞാനും വേറൊരു ചേട്ടനും പ്രമോദ് പ്രിൻസ് എന്ന് പറയുന്നത് സൂര്യയുടെ വോയിസ് അറിയാം, പ്രമോദ് അറിയാം. നമ്മൾ രണ്ടൊരു ടീമായിരുന്നു. അപ്പൊ നമ്മളെയാണ് സെലക്ട് ചെയ്ത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയോ? വീട്ടിലിരിപ്പുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് നമ്മുടെ എബിൻ. അപ്പോൾ തീർച്ചയായിട്ടും എബിനെ നമുക്ക് 2 വോയിസും കൂടെ കേൾക്കേണ്ട. അതായത് ഒരാളെ തന്നെ 2 പേര്, ഒരു പാട്ടും അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലെ ഒരു വേർഷനും കൂടെ. അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അത് ഇളയ ദളപതികളായിക്കോട്ടെ. ദളപതി വിജയ് സാറിന്റെ ബിഗിൽ പടത്തിലൊരു വെറൈറ്റി ക്യാരക്ടർ, സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് കയ്യടി കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ വേർഷനാണ് അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന് റായപ്പൻ എന്നൊരു ക്യാരക്ടറിന്റെ വോയിസ് മോഡുലേഷൻ മലയാളം തമിഴും കൂടെ. ഇല്ല, തമിഴ് മലയാളം ഉണ്ട്. മലയാളം ഉള്ളവരും പറയുന്നുണ്ടല്ലോ. അത് ബിഗിലല്ല, ജോസഫേ പറയുന്നത് തെറിപ്പടത്തിൽ. അപ്പൊ അതും കൂടെ ഒന്ന് പറയണം ഇടയ്ക്കൊന്ന്, മലയാളം കൂടെ. ഇതിപ്പോ പറയാം. சொல்லுதான் பாரு கொன்றுவேன் சும்மா அப்படி கேட்குற மாதிரி கேட்பேன். நீ வேணான்னு சொல்றது போ அப்பனுக்கு ஒரு கத்தியா, எனக்கு 12 வயசு இருக்கியா, எங்கள் அப்பா மாதிரி குடிக்கிறான்னு கேட்டோம், கப்பனும் குடிச்சு விட்டேன். இப்போ வரைக்கும் இதை விட முடியல. 16 வயசில் கையில் கத்தியை கொடுத்துட்டான். தப்பு பண்ணுறதுக்காக அவனுங்க கற்று எடுக்கிறாங்க, தப்பு நடக்காமல் தடுக்கிறதுக்காக நாம கற்று எடுக்க போகிறோம். ஆனால் வெளியே நம்ம பார்க்குறவ கண்ணுக்கு 2 பேரும் ரவுடிப்பாங்களா தான் தெரியும். இதெல்லாம் நான் போகட்டும். நீ வேறயா, நீ வேறயா, வேற ரூட்டியா? நீ பிகில் தாமுக்கு ஹீரோ. பிகில் மாதிரி விளையாடணும், பிகில் மாதிரி டிவியில் வரணும், பிகில் மாதிரி பேர் எடுக்கணும். பிகில் 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 പൊളി. അത് വലിയ എന്താണ്, അട്ടഹസിച്ചുകൊണ്ടുള്ളൊരു ഡയലോഗല്ല, കുറച്ച് കാമാൻ കോയറ്റായിട്ട് ചെയ്യുന്നതല്ലേ? ആ പാട്ട് കൂടെ ഒന്ന് കേട്ടാലോ? കട്ടുമല്ലി കട്ടി വെച്ച വട്ട കറുപ്പ് പൊട്ട് വെച്ച சந்திரனில் 2 வச்சா சரப்பாம்பு எடுப்ப வச்சா நட்சத்திர தொட்டி வச்சா கரும்பு கோடு நெத்தி வச்சா இஞ்சி வட்டி கண்ணும் வச்சா இமா துண்டு வைக்கும் வச்சா நத்திப்பட்டுல தூக்கி பொட்டு போல வச்சா வள்ள சுத்துப்பட்டு ஊற பாக கண்ணப்பட்டு வந்தா வள்ள தத்து பல்லு ஓரத்துல உச்சிக்குட்டு நேரத்துல பட்டுன்னு பதிய உச்சா கட்டம் தொட்ட வள ரஞ்சிதமே 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 மனசகாலகு மந்திரமே ரஞ்சிதமே ரஞ்சிதமே உன்னை உதடு வலிக்க கொஞ்சனுமே ரஞ்சிதமே ரஞ்சிதமே மனசகாலகு மந்திரமே ரஞ்சிதமே ரஞ்சிதமே உன்னை உதடு வலிக்க கொஞ்சனுமே
സൂപ്പറാ. താങ്ക് യു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പം എബിനെ, സാധാരണ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തമിഴിലേക്കൊക്കെ ചെറിയ ചാൻസുകളൊക്കെ കിട്ടാറുണ്ട്. കാര്യം വിജയ് ഫാൻസ് അത്രയും ആൾക്കാരുള്ള നാടുകളാണ് നമ്മുടെ കേരളവും തമിഴ്നാടും. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും പരിചിതമാണ് ഈ ഫേസ് അല്ലേ, ഫേമസ് ആണ് എല്ലാവരും മുന്നിൽ. എവിടെ ചെന്നാലും എനിക്കൊന്ന് എബിനെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നപ്പോൾ അധികം ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അത് മാറ്റം നീ പുറത്തിറങ്ങാത്തുണ്ടോ, വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടോ? അതിന് ഈ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും എല്ലാവരും തിരിച്ചറിയും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തമിഴ് സിനിമയിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഒരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട്? ഇതുവരെ വന്നിട്ടില്ല. ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാറുണ്ട്. ഓഡീഷനൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അയച്ചു കൊടുക്കുമ്പോൾ എന്താ റിപ്ലൈ? വിളിക്കാന്നൊക്കെ പറയാറുണ്ട്. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും തമിഴ് സിനിമയിൽ ഇപ്പം വിജയ് സാറ് പോയിട്ടില്ല, തിരിച്ചു വരും. തീർച്ചയായിട്ടും അദ്ദേഹം വരും, ജയിക്കട്ടെ, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അദ്ദേഹം രാഷ്ട്രീയത്തിൽ, സിനിമയിൽ ശോഭിച്ചല്ലോ തന്നെ രാഷ്ട്രീയത്തിലും സ്റ്റാർ ആവട്ടെ അല്ലേ, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നീയും ഒരു സ്റ്റാർ ആവട്ടെ. നീ എന്ന് വിളിക്കുന്ന എൻ്റെ അനിയനാണ്, കുറേ നാളത്തെ പരിചയമാണ്. എബിനും സ്റ്റാർ ആവട്ടെ. സിനിമയിൽ മാത്രമല്ല, ഈ മിമിക്രി രംഗത്ത് നിന്ന് സ്റ്റാറായി തന്നെ സിനിമയിലേക്ക് നല്ല വരട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല പ്രോഗ്രാംസ് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു.